ഹായ്, എൻ്റെ പേര് അനുപല്ലവി. കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു റിസർവേഷൻ ഓഫീസറായിട്ടാണ് ഫ്ലൈ ദുബായ് എയർലൈൻസിൽ. മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നത് സിയാലില് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടായിരുന്നു. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പലരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് വാക്കൻസി വരുമ്പോൾ അറിയാം, അതുപോലെ എങ്ങനെയാണ് ജോലി കിട്ടിയത്, ഇന്റർവ്യൂസിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ വേർഡ്സിലോ അല്ലെങ്കിൽ വോയിസോ അയക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ എല്ലാ വീഡിയോസിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്റർവ്യൂസിന്റെ എക്സ്പീരിയൻസ്, അതുപോലെ ഇന്റർവ്യൂസിന് ഉണ്ടായ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്, എങ്ങനെയാണ് വേക്കൻസി വരുമ്പോൾ അറിയാം, അങ്ങനെ എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോസ് ആണ് ഷെയർ ചെയ്യുക, കാരണം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് കണ്ട കുറച്ചുകൂടി ക്ലിയർ ആവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഷെയർ ചെയ്ത് തരുന്നത്. ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഭയങ്കരമായിട്ട് ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു ട്രെൻഡ് നടക്കുന്നുണ്ട്. സോ ഞാൻ എവിടെ നോക്കിയാലും ഈ ഏവിയേഷനിലെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ നല്ല ചാർമിങ് ആയിട്ടുള്ള വീഡിയോസും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കൊള്ളാലോ, മറ്റ് ജോലികളിൽ നിന്നും കുറച്ചുകൂടി ഇതിനൊരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ഇൻഡസ്ട്രീനോടും അതിനോട് ഭയങ്കരമായിട്ട് കയറാനും താല്പര്യമുണ്ട്. സോ ഞാൻ വിചാരിച്ചു എനിക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ അവിടെ എൻ്റെ തികച്ചും പേഴ്സണൽ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് സൈഡ്സ് ആണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല, ഞാൻ ആരെയും തളർത്താനോ ഇതിലേക്ക് വരരുതെന്നോ പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇതിലേക്ക് കയറാനായിട്ട് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ കൂടി മൈൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ആ ഒരു സാധനം ആയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായി. ഞാൻ ജോലിക്ക് കയറുന്നത് ഒരു 2 year ബാക്ക് ആണ്. സോ നിങ്ങൾക്കിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ് കഴിഞ്ഞ് എക്സാംസ് ഒക്കെ ഉണ്ടാവും. ആ എക്സാംസിലൊക്കെ പാസ് ആവണം. ചില എക്സാംസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100ൽ 98 മാർക്കൊക്കെ വേണം പാസ് ആവാനായിട്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ ഒന്നുമല്ല. പക്ഷെ ഞാനൊക്കെ പാസ്സായല്ലോ, അപ്പൊ അതുപോലെ അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എളുപ്പമാണ്. ഇതുപോലെ നമ്മൾ എന്തായാലും ഒരു ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഓളത്തിൽ അങ്ങ് പോകുമ്പോൾ നമ്മൾ പാസ്സാവും. ശേഷം നമ്മൾ എയർപോർട്ടിലേക്ക് കയറുമ്പോഴാണ് നമ്മളുടെ ശരിക്കുള്ള ലൊക്കേഷൻസ് ഒക്കെ പഠിച്ചു തുടങ്ങുക. എന്താണ് ലൊക്കേഷൻസ് എന്നൊക്കെ, അതായത് നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ട ജോലികൾ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല. കാരണം അതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മനസ്സിലാവുന്ന കുറച്ച് ജോലികളാണ് അതൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് അണ്ടർസ്റ്റഡി ഒക്കെ തരും. അത് എല്ലാം നമ്മൾ ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഒരു ചെറിയ നോട്ട്ബുക്ക്, അതുപോലെ ഒരു പെന്ന്. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ഈ ഏവിയേഷന്റെ എയർപോർട്ടിൽ ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം കയറിയ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് എയർപോർട്ടിന്റെ അകത്തേക്ക്, അതായത് നമ്മൾ പുറത്ത് ഡിപ്പാർച്ചറിന്റെ അറൈവലിന്റെ അവിടെയൊക്കെ ആൾക്കാരെ കൊണ്ടുവരാനും പോകാനൊക്കെ വരുന്നുണ്ടെങ്കിലും അകത്തേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഈ ഒരു പാട്ടിന്റെ അവസ്ഥയാണ് നമുക്ക്. അതായത് നമുക്കല്ല, എനിക്ക്. ഓക്കെ, ഇവര് നമ്മളിങ്ങനെ ഇതാണ് ഓക്കെ, ഇത് ഇന്നത് നമ്മളുടെ ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി തരും, ആൾക്കാരെ പരിചയപ്പെടുത്തി തരും. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ അയ്യോ തലയിലേക്ക് ഒന്നും കയറില്ല. അങ്ങനെ പിന്നെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാം കണ്ടു നിൽക്കും, കാര്യങ്ങള് ഇതൊക്കെ ജസ്റ്റ് കാണൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാഫിന് ചില വഴികളിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അതായത് സ്റ്റാഫിന് പോകാനായിട്ട് പ്രത്യേകം, പാസഞ്ചേഴ്സിന്റെ നമ്മൾ നോർമലി പാസഞ്ചർ ആയിട്ട് പോകുന്ന വഴികളൊന്നുമല്ല, സ്റ്റാഫിന് വേറെ വഴികളുണ്ട്, വേറെ ലിഫ്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആക്ച്വലി മറ്റേ ഗൂഗിൾ മാപ്പ് പോലെയായിരുന്നു എൻ്റെ ബുക്ക്. ഞാൻ ഇതിനകത്ത് ഓക്കെ ലിഫ്റ്റ് 1 കയറിയിട്ട് ഇന്ന ഫ്ലോർ, ഈ ഫ്ലോറിൽ നിന്ന് ഏത് വഴി കൂടെ പോകണം എന്ന് വരെ, കൗണ്ടറിന്റെ ഇപ്പുറത്തുള്ള വഴി, അങ്ങനെ അടക്കം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങ് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഇല്ല. എനിക്കെല്ലാം കുറച്ച് ടൈം എടുക്കും. നമുക്ക് എപ്പോഴും അങ്ങനെ ആരോടും പോയി ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും എല്ലാം എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവരിങ്ങനെ പഠിപ്പിച്ചെല്ലാം തരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വിടും. ഒറ്റയ്ക്ക് വിട്ട് കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിങ്ങനെ ഇടിക്കും. കാരണം ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇവിടെ നമ്മൾ എന്ത് ചെറിയ മിസ്റ്റേക്ക് എന്ന് വിചാരിച്ച് ചെയ്താലും അതെല്ലാം ഭയങ്കരമായിട്ട്
ഇമ്പാക്ട് ഉള്ള മിസ്റ്റേക്സ് ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും പുതിയ പുതിയ ഫ്രഷ് വള്ളികൾ വരും. ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ വിചാരിക്കുന്നത് ഇന്ന് എന്ത് വള്ളിയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ. അതൊക്കെ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടെങ്കിലേ പഠിക്കുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് എയർ അറേബ്യ ആയിരുന്നു, G9 ആയിരുന്നു. അപ്പോ ഇതിലെ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഡെയിലി ഫ്ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഡെയിലി ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർനൂണും ഫ്ലൈറ്റ് ഉണ്ട്, മോർണിംഗും ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ വിചാരിക്കും ആഫ്റ്റർനൂൺ ഒരു ടീം മാത്രം ചെയ്തിട്ട് നൈറ്റ് വേറൊരു ടീം മാത്രം. അങ്ങനെയല്ല, ഇത് എല്ലാത്തിലും നമ്മൾ മാറി മാറി ചെയ്യണം. നമ്മളുടെ ഡ്യൂട്ടി ആഫ്റ്റർനൂണിന്റെ ഷിഫ്റ്റ് തുടങ്ങുന്നത് 2 മണിക്കാണ്, 2 മണി ടു 10 മണിയാണ്. നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങുന്നത് 10 മണി ടു രാവിലെ 6 മണിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്, അതായത് 6 മണിക്കുള്ള നമ്മുടെ ഷിഫ്റ്റ് കഴിയുമ്പോൾ 6 മണിയൊന്നും ആയിരിക്കൂല. അതാണ് നമ്മുടെ ടൈമെങ്കിലും നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇറങ്ങാൻ ഡിലേ ആവും. ക്യാബിനാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ക്യാബ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്കാണ് വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും പിന്നെ അടുത്ത ഷിഫ്റ്റിൽ കയറാൻ സമയമായി. ഒരു 3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് അടുത്ത ഡ്യൂട്ടിക്ക് കയറണം. അങ്ങനത്തെ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം ശരിയാവുന്നില്ല, ഫുഡ് ശരിയാവുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ. ലൈക്ക് ആദ്യത്തെ ഒരു 3 മാസം ഞാൻ കൈൻഡ് ഓഫ് ഡിപ്രഷൻ ആയിരുന്നു. ഞാൻ കുറച്ച് വീട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങി എനിക്ക് ഉച്ചയ്ക്ക് ജോലിക്കും. അപ്പത്തേനും ഇവരാരും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കയറി വരുമ്പോഴത്തേനും ഇവരെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും. അതിന് ഞാൻ എണീക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ ഇവർ ജോലിക്കും. അപ്പോ അത് നമുക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അതുപോലെ ഫുഡിന്റെ കാര്യം, നമ്മൾ വെള്ളം ഞാൻ ഒട്ടും കുടിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അവിടെ ചെന്ന് നിങ്ങൾ നോക്കുമ്പോൾ ചെക്കിന്റെ ടൈമിൽ ഇരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് തോന്നും. പക്ഷെ ഈ ചെക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷൻ, അടുത്ത ലൊക്കേഷൻ, അടുത്ത ലൊക്കേഷൻ, ഇത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് വിട്ടതിന് ശേഷം നമുക്ക് ഫയലിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ടൈം നമ്മൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെള്ളം കുടിക്കാനുള്ള, ഒരു ഫുഡ് കഴിക്കാനുള്ള സമയമൊന്നും ഇല്ല. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 8 മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി കണ്ണിങ്ങനെ അടച്ചിരിക്കും. അമ്മ എന്റെ വായിലോട്ട് എന്തോ വെച്ച് തരുന്നു, ഞാൻ അത് വിഴുങ്ങുന്നു. ഈ ഒരു പ്രോസസ് ആയിരുന്നു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ രാവിലെ ഒരു 8 മണിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ എണീക്കുന്നത് 4 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോ ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പായി. ഒരു 4 മണി 5 മണിക്ക് ലഞ്ച് കഴിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിന് വീണ്ടും പോകണം. അപ്പൊ എനിക്ക് ക്യാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണിക്ക് വരും. അപ്പൊ 8 മണിക്ക് വന്നെങ്കിൽ ഞാനൊരു 7 മണിക്കെങ്കിലും ഫുഡ് കഴിച്ച് റെഡി ആയിട്ട് ഇരിക്കണം. അപ്പൊ പിന്നെ ആ ഒരു 8 മണി ആ ഒരു ടൈം തൊട്ടിട്ട് പിറ്റേ ദിവസം മോർണിംഗ് വരെ ജസ്റ്റ് ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടിയൊക്കെയാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിക്കുന്നത്. ഇതൊക്കെ കഴിച്ച് വേണം ഇരിക്കാനായിട്ട്. അപ്പൊ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല രീതിക്ക് ബാധിക്കും. ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം ഒഴികെ നമ്മൾ എപ്പോഴും നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുമ്പോൾ നമുക്ക് ഈ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നിൽക്കുവാണ്. പിന്നെ നടക്കുന്നുണ്ട്. നടക്കാന്ന് വെച്ചാൽ ഓടുന്ന സ്പീഡിലാണ് നടക്കുന്നതൊക്കെ. ഓഫ് ലോഡ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാസഞ്ചേഴ്സ് വിചാരിക്കും അവരെ ഓഫ് ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തോ മനസ്സുഖം കിട്ടും എന്നൊക്കെ, ഞങ്ങൾ മനഃപൂർവ്വം ഓഫ് ലോഡ് ചെയ്യുന്നതാണെന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. ഈ ഓഫ് ലോഡ് ഒക്കെ വരുമ്പോൾ നിങ്ങളെക്കാൾ വലിയ തലവേദന. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ലൈക്ക് പുറത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഭയങ്കര ചടങ്ങാണത്. നമ്മൾ അവിടെ ഇവിടെ കൊണ്ട് ലെറ്റർ ഒക്കെ കൊടുക്കണം. പിന്നെ ബാഗേജ് ബോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തെടുക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ മാക്സിമം നമ്മൾ ചെയ്യുക, എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അവർ ഓഫ് ലോഡ് ഒന്നും ആരെയും ഓഫ് ലോഡ് ചെയ്യാതെ വിടാന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, പബ്ലിക് ഹോളിഡേയ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോ ഹർത്താലാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും, വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നില്ല. ലൈക്ക് നമ്മുടെ റിലീജിയൻ അനുസരിച്ചിട്ട് നമുക്കൊരു പ്രയോറിറ്റി ബേസിസിൽ ലീവ് എടുക്കാം. പക്ഷെ അത് നമ്മുടെ കയ്യിലുള്ള ലീവ് കൊടുത്തിട്ടാണ്. മറ്റുള്ള ജോലിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന റിസർവേഷൻ ഓഫീസറിന്റെ ഒരു ജോബ് ആണെന്നുണ്ടെങ്കിലും പബ്ലിക് ഹോളിഡേയ്സ് നമ്മുടെ കലണ്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ലീവ് അല്ലാതെ നമുക്ക് കിട്ടും. അപ്പൊ അതും പിന്നെ നമുക്ക് നമ്മുടെ ലീവും വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊരു പ്രിവിലേജ് പോലെയാണല്ലോ. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ഡബിൾ സാലറി ഒക്കെ കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡബിൾ സാലറി കിട്ടിയാലും വേണ്ടില്ല, എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സൺഡേസ് നമ്മൾ ഫാമിലി ആയിട്ട് എപ്പോഴും എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എല്ലാവരും കൂടെ കൂടും. അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആ ഒരു ജോലിക്ക് കയറിയ പിന്നെ എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. എന്റെ വീട്ടുകാരുടെ കൂടെയും പോകാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻസിന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെ എനിക്ക് ആക്ച്വലി ഇനി തിരിച്ച് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് കയറുമെന്ന് ചോദിച്ചാൽ ഞാൻ കേറില്ല. അത്രയൊക്കെ സാലറി തരാന്ന് പറഞ്ഞാൽ പോലും ഞാൻ കേറത്തില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു
ലൈക്ക് നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കുറച്ച് നമ്മളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട്, അവരുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട്, പിന്നെ ഈ ഓണം വിഷു ഇതൊക്കെ ആഘോഷിക്കണം. അപ്പോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ജോലി നിർത്താം, എനിക്ക് വേണ്ട, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഇത് എനിക്കോട് പറ്റുന്നേ ഇല്ല എന്നുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ ഫൈനലി അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു വേക്കൻസിയുടെ കാര്യം അറിഞ്ഞിട്ട് ഇന്റർവ്യൂവിനൊക്കെ വന്ന് സെലക്ട് ആവുന്നത്. ഇപ്പൊ സീരിയസ്ലി പറയാലോ, ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു ജോബ് ആണെങ്കിലും ഈ ഒരു ജോലിക്ക് നല്ല മനസ്സമാധാനമുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ രാത്രികൾ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയിട്ടൊക്കെ വരും, വീട്ടിൽ പറയും അന്നൊക്കെ ഞാൻ ഈ വഴി കൂടെ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ലൈക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ രാത്രിയൊക്കെ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ പോകുള്ളൂ. അപ്പൊ അത് കാണുമ്പോൾ എന്റെ വീട്ടുകാർക്കും ഭയങ്കര സങ്കടം. എനിക്ക് ആക്ച്വലി അത്ര ഒരു നല്ല ഇതായിട്ടല്ല എന്റെ ഒരു എക്സ്പീരിയൻസ്. പക്ഷെ ഇത് ഞാൻ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഷിഫ്റ്റ് പോലെ ഇരിക്കും. സോ ബേസിക്കലി ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ ഒരു സൈഡും കൂടി ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു വർക്കിനുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോ വിസ ഡോക്യുമെന്റ്സ് ഒക്കെ ഭയങ്കര നല്ലോണം ചെക്ക് ചെയ്തിട്ട് വിടണം. കാരണം ഇവിടെ നിന്ന് ഒരാളെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് വിട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ ആൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റിൽ ഒരു ഇറർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ചെക്ക് ഇൻ ചെയ്ത ആളാണ്. അപ്പോ ഇനാടെന്നാണ് അതിനെ പറയാ. ലൈക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഇഷ്യൂ വന്ന ആള് തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു ഇതിന്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ HR കയറി ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പൊ ഓരോ ദിവസം നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ അയ്യോ ഞാൻ ചെക്ക് ഇൻ ചെയ്ത ആളാണോ, അയാളാണോ അങ്ങനെ വന്നത് ഇന്നാടായതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ആയിട്ട് ഉള്ള ഒരു ജോലിയായിട്ട് ഞാൻ പറയും. പക്ഷെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഒന്നും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കാം. എനിവേസ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കമന്റ് ഇട്ടോ. പിന്നെ ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും എന്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ഒക്കെ ചെയ്യണം. എന്നാലേ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണുന്നത് വരെ ബൈ ബൈ.